8/5/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, വിശ്വത്തിലെ എല്ലാ ആത്മാക്കളും അറിവില്ലാത്തവരും ദുഃഖിതരുമാണ്. താങ്കൾ അവരുടെ ഉപകാരം ചെയ്യൂ. ബാബയുടെ പരിചയം നൽകി സന്തോഷത്തിൽ കൊണ്ടുവരൂ. അവരുടെ കണ്ണുകൾ തുറക്കൂ. ചോദ്യം: ഏതൊരു സെന്ററിൻ്റെയും അഭിവൃദ്ധിയുടെ ആധാരം എന്താണ്? ഉത്തരം: നിസ്വാർത്ഥവും സത്യമായ ഹൃദയത്തോടെയുമുള്ള സേവനം. നിങ്ങൾക്ക് സർവീസിൻ്റെ താൽപ്പര്യം സദാ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഭണ്ഡാരി നിറഞ്ഞുകൊണ്ടിരിക്കും. എവിടെ സർവീസ് സാധ്യമാണോ അവിടെ ഒരുക്കങ്ങൾ നടത്തണം. ആരോടും യാചിക്കരുത്. യാചിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. സ്വയമേ എല്ലാം വന്നു ചേരും. നിങ്ങൾക്ക് പുറത്തുള്ളവരെ പോലെ സംഭാവന സ്വരൂപിക്കാൻ സാധിക്കില്ല. യാചിക്കുന്നതിലൂടെ സെൻറ്റർ ശക്തി പ്രാപിക്കുകയില്ല. അതിനാൽ യാചിക്കാതെ സെൻറ്ററിനെ ഉറപ്പിക്കൂ. ഓം ശാന്തി. ആത്മീയ കുട്ടികൾ ഇവിടെ ഇരിക്കുകയാണ്. ബുദ്ധിയിൽ ഈ ജ്ഞാനമുണ്ട്. എങ്ങനെയാണ് തുടക്കത്തിൽ നമ്മൾ മുകളിൽ നിന്നും വരുന്നത്? ഏതുപോലെ വിഷ്ണുവിൻ്റെ അവതരണത്തിൻ്റെ ഒരു കളി കാണിക്കുന്നു. വിമാനത്തിലിരിക്കുകയും പിന്നെ താഴെ വരികയും ചെയ്യുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അവതാരം തുടങ്ങി എന്തെല്ലാം കാണിക്കുന്നുവോ അവയെല്ലാം റോങ് ആണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ആത്മാക്കൾ യഥാർത്ഥത്തിൽ എവിടെ വസിക്കുന്നവരാണ്. എങ്ങനെയാണ് മുകളിൽ നിന്നും പിന്നെ ഇവിടെ വരുന്നത്? എങ്ങനെയാണ് 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിച്ച് പതീതമാകുന്നത്? ഇപ്പോൾ വീണ്ടും ബാബ പവിത്രമാക്കുന്നു. ഇത് തീർച്ചയായും സ്റ്റുഡൻസായ നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. 84ൻ്റെ ചക്രം നമ്മൾ എങ്ങനെ കറങ്ങുന്നു? ഇത് സ്മൃതിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ബാബ തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. നിങ്ങൾ എങ്ങനെയാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്? കൽപ്പത്തിൻ്റെ ആയുസ്സിന് നീണ്ട സമയം നൽകിയത് കാരണം ഇത്രയും സഹജമായ കാര്യം പോലും മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. അതിനാൽ ബ്ലൈൻഡ് ഫെയ്ത്ത് എന്ന് പറയുന്നു. മറ്റേതെല്ലാം ധർമ്മമുണ്ടോ അത് എങ്ങനെ സ്ഥാപിതമാകുന്നു? ഇതും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നിങ്ങൾക്കറിയാം, പുനർജന്മം എടുത്തെടുത്ത് പാർട്ട് അഭിനയിച്ച് ഇപ്പോൾ അന്തിമത്തിൽ വന്നെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും തിരികെ പോകുന്നു. ഈ നോളജ് കുട്ടികളായ നിങ്ങൾക്ക് തന്നെയാണുള്ളത്. ലോകത്തിൽ മറ്റാരും ഈ നോളജ് അറിയുന്നില്ല. 5000 വർഷം മുമ്പ് പാരഡൈസ് ഉണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ അതെന്തായിരുന്നു ഇതറിയുന്നില്ല. തീർച്ചയായും ആദി സനാതന ദേവീ ദേവതമാരുടെ രാജ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത് തീർത്തും അറിയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളും മുൻപ് ഒന്നും അറിഞ്ഞിരുന്നില്ല. മറ്റ് ധർമ്മത്തിലുള്ളവർ തങ്ങളുടെ ധർമ്മസ്ഥാപകനെ അറിയാതിരിക്കുന്നില്ല. നിങ്ങളിപ്പോൾ അറിയുകയും നോളജ്ഫുൾ ആവുകയും ചെയ്തു. ബാക്കി മുഴുവൻ ലോകവും അജ്ഞരാണ്. നമ്മൾ എത്ര വിവേകശാലികളായിരുന്നു. പിന്നെ ഇപ്പോൾ അവിവേകികളും അജ്ഞരും ആയിരിക്കുന്നു. മനുഷ്യൻ ആയിരുന്നിട്ടും അഥവാ ആക്ടേഴ്സ് ആയിരുന്നിട്ടും നമ്മൾ അറിഞ്ഞിരുന്നില്ല. നോളജിൻ്റെ പ്രഭാവം നോക്കൂ എങ്ങനെയാണെന്ന്. ഇത് നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഉള്ളിൽ എത്ര ഗദ്ഗതം ഉണ്ടാകേണ്ടതാണ്. എപ്പോഴാണോ ധാരണ ഉണ്ടാകുന്നത് അപ്പോൾ തന്നെയാണ് ഉള്ളിൽ ആ സന്തോഷം വരുന്നത്. നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ തുടക്കത്തിൽ എങ്ങനെ വന്നു, പിന്നെ എങ്ങനെ ശൂദ്രകുലത്തിൽ നിന്നും ബ്രാഹ്മണ കുലത്തിലേക്ക് ട്രാൻസ്ഫറായി. ഈ സൃഷ്ടിയുടെ ചക്രം എങ്ങനെ തിരിയുന്നു അത് നിങ്ങളല്ലാതെ ലോകത്തിൽ മറ്റാരും അറിയുന്നില്ല. ഉള്ളിൽ ഈ ജ്ഞാന ഡാൻസ് നടക്കേണ്ടതാണ്. ബാബ നമുക്ക് എത്ര വണ്ടർഫുൾ നോളജ് നൽകുന്നു. ആ നോളജിലൂടെ നമ്മൾ നമ്മുടെ സമ്പത്ത് നേടുന്നു. ഈ രാജയോഗത്തിലൂടെ ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒന്നും മനസ്സിലാകുമായിരുന്നില്ല. ഇപ്പോൾ ബുദ്ധിയിൽ മുഴുവൻ രഹസ്യവും വന്നു. നമ്മൾ ശൂദ്രനിൽ നിന്നും ഇപ്പോൾ ബ്രാഹ്മണൻ ആകുന്നു.
ഈ മന്ത്രവും ബുദ്ധിയിലുണ്ട്. ബ്രാഹ്മണരായ നമ്മൾ തന്നെ പിന്നെ ദേവതയാകും. പിന്നെ നമ്മൾ ഇറങ്ങി ഇറങ്ങി താഴെ വരുന്നു. എത്ര പുനർജന്മം എടുത്ത് ചക്രം കറങ്ങുന്നു. ഈ നോളജ് ബുദ്ധിയിൽ ഉള്ളത് കാരണം സന്തോഷവും ഉണ്ടായിരിക്കേണ്ടതാണ്. മറ്റുള്ളവർക്കും ഈ നോളജ് എങ്ങനെ ലഭിക്കും? എത്ര ചിന്ത നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെ എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകട്ടെ? ബ്രാഹ്മണരായ നിങ്ങൾ എത്ര ഉപകാരം ചെയ്യുന്നു. ബാബയും ഉപകാരം ചെയ്യുന്നുവല്ലോ. ആരാണോ തീർത്തും അജ്ഞരായവർ അവരെ സദാ സുഖിയാക്കട്ടെ. കണ്ണുകൾ തുറക്കട്ടെ. സന്തോഷം ഉണ്ടാകുന്നുവല്ലോ. ആർക്ക് സർവീസിനോട് താല്പര്യമുണ്ടോ അവർക്ക് ഉള്ളിൽ വരണം. വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. നമ്മൾ ആത്മാക്കൾ എവിടെ വസിക്കുന്നവരാണ്? പിന്നെ എങ്ങനെ വരുന്നു പാർട്ട് അഭിനയിക്കുവാൻ? എത്ര ഉയർന്നവരാകുന്നു. പിന്നെ എങ്ങനെ താഴേക്ക് വരുന്നു? പിന്നെ രാവണരാജ്യം എപ്പോൾ ആരംഭിക്കുന്നു? ഇത് ഇപ്പോൾ ബുദ്ധിയിൽ വന്നു. ഭക്തിയും ജ്ഞാനവും തമ്മിൽ രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. തുടക്കം മുതൽ ഭക്തി ആരാണ് ചെയ്തത്? നിങ്ങൾ പറയും, ആദ്യം നമ്മൾ വന്നു. അപ്പോൾ വളരെയധികം സുഖം കണ്ടു. പിന്നെ നമ്മൾ ഭക്തി ചെയ്യുവാൻ തുടങ്ങി. പൂജ്യനും പൂജാരിയും തമ്മിൽ എത്ര രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ അടുക്കൽ ഇപ്പോൾ എത്ര ജ്ഞാനമുണ്ട്. സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണല്ലോ. എങ്ങനെയാണ് നമ്മൾ 84ൻ്റെ ചക്രം കറങ്ങിയത്? 84 ജന്മം എവിടെ? 84 ലക്ഷം ജന്മം എവിടെ? ഇത്രയും ചെറിയൊരു കാര്യം പോലും ആരുടെയും ശ്രദ്ധയിൽ വരുന്നില്ല. ലക്ഷക്കണക്കിന് വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് 1-2 ദിവസത്തിന് തുല്യമാകുന്നു. നല്ല നല്ല കുട്ടികളുടെ ബുദ്ധിയിൽ ഈ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനാൽ തന്നെയാണ് സ്വദർശന ചക്രധാരി എന്ന് പറയുന്നത്. സത്യയുഗത്തിൽ ഈ നോളജ് ഉണ്ടായിരിക്കുന്നില്ല. സ്വർഗത്തിൻ്റെ എത്ര മഹിമയുണ്ട്. അവിടെ കേവലം ഭാരതം മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്തുണ്ടായിരുന്നോ അത് വീണ്ടും ഉണ്ടാവുക തന്നെ വേണം. പുറമേ ഒന്നും കാണാൻ കഴിയുന്നില്ല. സാക്ഷാത്കാരം ഉണ്ടാകുന്നു. നിങ്ങൾക്കറിയാം, ഈ പഴയ ലോകം ഇപ്പോൾ ഇല്ലാതാകേണ്ടതുണ്ട്. പിന്നെ നമ്പർ അനുസരിച്ച് നമ്മൾ പുതിയ ലോകത്തിൽ വരും. ആത്മാക്കൾ എങ്ങനെയാണ് വരുന്നത് പാർട്ട് അഭിനയിക്കുവാൻ? അതും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നാടകത്തിൽ കാണിക്കുന്നത് പോലെ ആത്മാക്കൾ ഇങ്ങനെ മുകളിൽ നിന്നും ഇറങ്ങി വരുന്നൊന്നുമില്ല. ആത്മാവിനെ ഈ കണ്ണുകൾ കൊണ്ട് ആർക്കും കാണുവാനും സാധിക്കില്ല. ആത്മാവ് എങ്ങനെയാണ് വരുന്നത്? ചെറിയ ശരീരത്തിൽ എങ്ങനെ പ്രവേശിക്കുന്നു? വളരെ വണ്ടർഫുള്ളായ കളിയാണ്. ഈ പഠനം ഈശ്വരീയമാണ്. ഇതിൽ രാവും പകലും ചിന്ത നടക്കേണ്ടതാണ്. നമ്മൾ ഒരു തവണ മനസ്സിലാക്കുന്നു, കണ്ടതുപോലെയാണ്, പിന്നെ വർണ്ണിക്കുന്നു. മുൻപ് മാന്ത്രികർ വളരെയധികം വസ്തുക്കൾ പുറത്തെടുത്ത് കാണിച്ചിരുന്നു. ബാബയെയും മാന്ത്രികൻ, വ്യാപാരി, രത്നാകരൻ എന്ന് പറയുന്നുവല്ലോ. ആത്മാവിൽ തന്നെയാണ് മുഴുവൻ ജ്ഞാനവും നിലനിൽക്കുന്നത്. ആത്മാവ് തന്നെയാണ് ജ്ഞാനസാഗരം. പരമാത്മാവ് ജ്ഞാനത്തിൻ്റെ സാഗരമാണ് എന്ന് പറയുന്നു. പക്ഷേ അതാരാണ്? എങ്ങനെയാണ് ആ ഒന്ന് മാന്ത്രികനാകുന്നത്? ഇതാർക്കും അറിയില്ല. മുൻപ് നിങ്ങളും മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോൾ ബാബ വന്ന് ദേവതയാക്കുന്നു. ഉള്ളിൽ എത്ര സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. ഒരു ബാബ തന്നെയാണ് നോളജ്ഫുൾ. നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കേവലം കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. രാവും പകലും ഉള്ളിൽ ഈ സ്മരണ നടന്നുകൊണ്ടിരിക്കണം. ഈ പരിധിയില്ലാത്ത നാടകത്തിൻ്റെ നോളജ് കേവലം ഒരു ബാബയ്ക്ക് തന്നെയാണ് കേൾപ്പിക്കുവാൻ സാധിക്കുന്നത്. മറ്റാർക്കും കേൾപ്പിക്കാൻ സാധിക്കില്ല. ബാബ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ആ ഒന്നിൽ മുഴുവൻ നോളജുമുണ്ട്. ബാബ പറയുന്നു, ഞാൻ സത്യത്രേതായുഗങ്ങളിൽ വരുന്നില്ല, പക്ഷേ നോളജ് മുഴുവനും കേൾപ്പിക്കുന്നു. വണ്ടറായി തോന്നുന്നുവല്ലോ. ആരാണോ ഒരിക്കലും പാർട്ടേ എടുത്തിട്ടില്ലാത്തത് ആ ഒന്ന് എങ്ങനെയാണ് പറഞ്ഞു തരുന്നത്? ബാബ പറയുന്നു, ഞാൻ യാതൊന്നും കാണുന്നില്ല. ഞാൻ സത്യത്രേതായുഗങ്ങളിൽ വരുന്നുമില്ല. എന്നാൽ എന്നിൽ നോളജ് എത്ര നന്നായിട്ടുണ്ട്. അത് ഞാൻ ഒരേ ഒരു തവണ വന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നു. നിങ്ങൾ പാർട്ട് അഭിനയിച്ചു, നിങ്ങൾ അറിയുന്നില്ല.
ആരാണോ പാർട്ടി അഭിനയിക്കാത്തത് ആ ഒന്ന് എല്ലാം കേൾപ്പിക്കുന്നു. വണ്ടറാണല്ലോ. നമ്മൾ പാർട്ട്ധാരിയാണ്. നമ്മൾ ഒന്നും അറിയുന്നില്ല. ബാബയിൽ എത്ര മുഴുവൻ നോളജുമുണ്ട്. ബാബ പറയുന്നു, നിങ്ങളെ അനുഭവം കേൾപ്പിക്കാൻ തക്കവണ്ണം ഞാൻ സത്യയുഗത്തിലും ത്രേതായിലും വരുന്നില്ല. ഡ്രാമ അനുസരിച്ച് കാണാതെയും അനുഭവിക്കാതെയും മുഴുവൻ നോളജ് നൽകുന്നു. എത്ര വണ്ടറാണ്. ഞാൻ പാർട്ട് അഭിനയിക്കുവാൻ വരുന്നതേയില്ല. നിങ്ങൾക്ക് മുഴുവൻ പാർട്ട് മനസ്സിലാക്കിച്ചു തരികയും ചെയ്യുന്നു. അതിനാൽ തന്നെയാണ് എന്നെ നോളജ് ഫുൾ എന്ന് പറയുന്നത്. ബാബ പറയുന്നു, ഇപ്പോൾ മധുരമധുരമായ കുട്ടികൾക്ക് തൻ്റെ ഉന്നതി ചെയ്യണമെങ്കിൽ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഇത് കളിയാണ്, അതായത് നാടകമാണ്. നിങ്ങൾ വീണ്ടും ഇങ്ങനെ തന്നെ കളിക്കും. ദേവീ ദേവതയാകും. പിന്നെ അന്തിമത്തിൽ ചക്രം കറങ്ങി മനുഷ്യനാകും. അത്ഭുതപ്പെടേണ്ടതാണല്ലോ. ബാബയിൽ ഈ നോളജ് എവിടെ നിന്നും വന്നു? ആ ഒന്നിന് ഒരു ഗുരുവും ഇല്ല. ഡ്രാമയനുസരിച്ച് മുൻകൂട്ടി തന്നെ ആ ഒന്നിൽ പാർട്ട് അഭിനയിക്കുന്നത് അടങ്ങിയിട്ടുണ്ട്. ഇതിനെ പ്രകൃത്യാ ഉള്ള ശക്തി എന്ന് പറയുമല്ലോ. ഓരോ കാര്യവും വണ്ടർഫുള്ളാണ്. ബാബയിരുന്ന് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തരുന്നു. ഇങ്ങനെയുള്ള ബാബയെ എത്ര ഓർമ്മിക്കേണ്ടതാണ്. 84-ന്റെ ചക്രത്തെയും ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ രഹസ്യവും ബാബ തന്നെയാണ് മനസ്സിലാക്കിച്ചു തന്നത്. വിരാട് രൂപത്തിൻ്റെ ചിത്രം എത്ര നല്ലതാണ്. ലക്ഷ്മി നാരായണൻ്റെ അഥവാ വിഷ്ണുവിൻ്റെ ഏതൊരു ചിത്രം ഉണ്ടാക്കുന്നുവോ അത് ഇത് കാണിച്ചു തരുന്നു. നമ്മൾ എങ്ങനെയാണ് 84 ജന്മങ്ങളിൽ വരുന്നത്. നമ്മൾ തന്നെ ദേവത, പിന്നെ ക്ഷത്രിയൻ, വൈശ്യൻ, പിന്നെ ശൂദ്രൻ ആകുന്നു. ഇത് സ്മരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബാബ നോളജ് ഫുള്ളാണ്. ആരിൽ നിന്നും പഠിച്ചിട്ടില്ല. ശാസ്ത്രങ്ങളും മറ്റും പഠിച്ചിട്ടില്ല. ഒന്നും പഠിക്കാതെ തന്നെ, ഗുരുവിനെ സ്വീകരിക്കാതെ തന്നെ ഇത്രയും മുഴുവൻ നോളജും ഇരുന്ന് കേൾപ്പിക്കുന്നത് ഒരിക്കലും കണ്ടിട്ടേയില്ല. ബാബ എത്ര മധുരമാണ്. ഭക്തിമാർഗത്തിൽ ചിലർ ഒന്നിനെ, ചിലർ മറ്റൊന്നിനെ മധുരമായി മനസ്സിലാക്കും. ആർക്ക് എന്തു തോന്നുന്നുവോ അവരുടെ പൂജ ചെയ്യാൻ തുടങ്ങുന്നു. ബാബ ഇരുന്ന് എല്ലാ രഹസ്യവും മനസ്സിലാക്കിക്കുന്നു. ആത്മാവ് തന്നെയാണ് ആനന്ദ സ്വരൂപം. പിന്നെ ആത്മാവ് തന്നെ ദുഃഖസ്വരൂപവും മോശവുമായി മാറുന്നു. ഭക്തിമാർഗത്തിൽ യാതൊന്നും നിങ്ങൾ അറിഞ്ഞിരുന്നില്ല. എൻ്റെ എത്ര മഹിമ ചെയ്യുന്നു, പക്ഷേ ഒന്നും അറിയുന്നില്ല. ഇതും എത്ര വണ്ടർഫുൾ കളിയാണ്. ഈ മുഴുവൻ കളിയും ബാബ മനസ്സിലാക്കിച്ചു തന്നു. ഏണിപ്പടിയുടെയും മറ്റും ഇത്രയും ചിത്രങ്ങൾ ഒരിക്കലും കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കാണുന്നു, കേൾക്കുന്നു. അപ്പോൾ ഈ ജ്ഞാനം യഥാർത്ഥ രീതിയിലുള്ളതാണ് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ കാമം മഹാശത്രുവാണ്. ഇതിൻ്റെ മേൽ ജയം നേടണം. ഇത് കേൾക്കുമ്പോൾ അയഞ്ഞു പോകുന്നു. നിങ്ങൾ എത്ര മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു? മനസ്സിലാക്കുന്നതേയില്ല. എത്ര പ്രയത്നം തോന്നുന്നു. കഴിഞ്ഞ കൽപ്പത്തിൽ ആര് മനസ്സിലാക്കിയിരുന്നുവോ അവർ തന്നെയാണ് മനസ്സിലാക്കുക എന്നതും അറിയുന്നുണ്ട്. എത്ര പേർ ദൈവിക പരിവാരത്തിലേത് ആകുന്നവർ ആയിരിക്കുമോ അവർക്ക് തന്നെയാണ് ധാരണയുണ്ടാകുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ശ്രീമത്തിലൂടെ രാജധാനി സ്ഥാപിക്കുന്നു. ബാബയുടെ ഡയറക്ഷനാണ്. മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കൂ. ബാബ എല്ലാ ജ്ഞാനവും കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളും കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ശിവ് ബാബയുടെ ഈ രഥത്തിനും കേൾപ്പിക്കാൻ സാധിക്കുന്നുണ്ടാകും. എന്നാൽ സ്വയം തന്നെ ഗുപ്തമാക്കുന്നു. നിങ്ങൾ ശിവ് ബാബയെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ഇദ്ദേഹത്തിൻ്റെ ഉപമയും മഹിമയും ചെയ്യേണ്ടതില്ല. സർവരുടെയും സദ്ഗതി ദാതാവും മായയുടെ ചങ്ങലകളിൽ നിന്നും മോചിപ്പിക്കുന്നവനും ഒന്ന് മാത്രമാണ്. ബാബ എങ്ങനെയിരുന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇത് കുട്ടികളായ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. രാവണൻ എന്തു വസ്തുവാണ് എന്നതും മനുഷ്യർ അറിയുന്നില്ല. ഓരോ വർഷവും കത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ശത്രുവിൻ്റെ കോലമാണല്ലോ ഉണ്ടാക്കാറുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി, രാവണൻ ഭാരതത്തിൻ്റെ ശത്രുവാണ്. അത് ഭാരതത്തെ എത്ര ദുഃഖിയും ദരിദ്രവുമാക്കി.
എല്ലാവരും 5 വികാരങ്ങളാകുന്ന രാവണൻ്റെ പിടിയിൽ കുടുങ്ങിയിരിക്കുന്നു. കുട്ടികൾക്ക് ഉള്ളിൽ ഇത് വരണം. എങ്ങനെ മറ്റുള്ളവരെയും രാവണനിൽ നിന്നും മോചിപ്പിക്കാം? സർവീസ് സാധ്യമാണെങ്കിൽ ഒരുക്കങ്ങൾ നടത്തണം. സത്യമായ ഹൃദയത്തോടെ, നിസ്വാർത്ഥ ഭാവത്തോടെ സേവനം ചെയ്യണം. ബാബ പറയുന്നു, ഇങ്ങനെയുള്ള കുട്ടികളുടെ ഭണ്ഡാരി ഞാൻ നിറയ്ക്കുന്നു. ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. സർവീസിൻ്റെ നല്ല ചാൻസ് ഉണ്ടെങ്കിൽ ഇതിൽ ചോദിക്കേണ്ടത് പോലുമില്ല. ബാബ പറഞ്ഞിട്ടുണ്ട്, സർവീസ് ചെയ്തുകൊണ്ടേയിരിക്കൂ. ആരോടും യാചിക്കാൻ പാടില്ല. യാചിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. സ്വയമേ നിങ്ങളുടെ അടുക്കൽ വന്നു ചേരും. യാചിക്കുന്നതിലൂടെ സെൻറ്റർ ഇത്രയും ശക്തി നേടുകയില്ല. യാചിക്കാതെ നിങ്ങൾ സെൻറ്റർ ഉറപ്പിക്കൂ. സ്വയമേ എല്ലാം വന്നുകൊണ്ടിരിക്കും. അതിൽ ശക്തിയുണ്ടായിരിക്കും. ഏതുപോലെ പുറത്തുള്ളവർ സംഭാവനകൾ സ്വരൂപിക്കുന്നോ അതേപോലെ നിങ്ങൾ ചെയ്യരുത്. മനുഷ്യനെ ഒരിക്കലും ഭഗവാൻ എന്ന് പറയുന്നില്ല. ജ്ഞാനം ബീജമാണ്. ബീജരൂപനായ ബാബയിരുന്ന് നിങ്ങൾക്ക് ജ്ഞാനം നൽകുന്നു. ബീജം തന്നെ നോളജ്ഫുൾ ആണല്ലോ. മറ്റേ ജഡബീജത്തിനാണെങ്കിൽ വർണ്ണിക്കാൻ സാധിക്കില്ല. നിങ്ങൾ വർണ്ണിക്കുന്നു. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ പരിധിയില്ലാത്ത വൃക്ഷത്തെ ആരും മനസ്സിലാക്കുന്നില്ല. അനന്യരായ കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്. നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. മായയും പ്രബലമാണ്. അല്പം സഹിക്കേണ്ടിയും വരുന്നു. എത്ര കടുത്ത വികാരങ്ങളാണ്. നല്ല നല്ല സർവീസ് ചെയ്യുന്നവർക്കും മുന്നോട്ട് പോകവേ മായയുടെ ചാട്ടവാർ ഏൽക്കുന്നു. നമ്മൾ വീണുപോയി എന്ന് പറയുന്നു. പടികൾ മുകളിലേക്ക് കയറി താഴെ വീണു പോകുന്നു. അപ്പോൾ ചെയ്ത സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുന്നു. ശിക്ഷ തീർച്ചയായും ലഭിക്കേണ്ടതുണ്ട്. ബാബയോട് പ്രതിജ്ഞ ചെയ്യുന്നു. ബ്ലഡ് കൊണ്ടും എഴുതി നൽകി. എന്നിട്ടും അപ്രത്യക്ഷമായി. ബാബ ഉറപ്പിക്കുന്നതിനു വേണ്ടി ഇത്രയും യുക്തികൾ ചെയ്തിട്ടും ലോകത്തിൻ്റെ ഭാഗത്തേക്ക് പോയി കളയുന്നത് കാണുന്നുമുണ്ട്. എത്ര സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. പാർട്ട്ധാരി തൻ്റെ പാർട്ടിനെ കുറിച്ച് തന്നെ സ്മരിക്കേണ്ടതുണ്ട്. തൻ്റെ പാർട്ട് ആർക്കും മറക്കാൻ സാധിക്കില്ല. ബാബയാണെങ്കിൽ ദിവസവും ഭിന്ന ഭിന്ന പ്രകാരത്തിൽ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളും വളരെ പേരെ മനസ്സിലാക്കിക്കുന്നു. എന്നിരുന്നാലും പറയുന്നു, നമ്മൾ ബാബയുടെ മുന്നിൽ പോകട്ടെ. ബാബയുടേത് വണ്ടറാണ്. ദിവസവും മുരളി ഉച്ചരിക്കുന്നു. ആ ഒന്ന് നിരാകാരമാണ്. നാമ രൂപ ദേശ കാലമേ ഇല്ലെങ്കിൽ പിന്നെ മുരളി എങ്ങനെ കേൾപ്പിക്കും? അത്ഭുതപ്പെടുന്നു. പിന്നെ ഉറച്ചവരായി വരുന്നു. ഇങ്ങനെയുള്ള പിതാവ് സമ്പത്ത് നൽകാൻ വന്നിരിക്കുകയാണ്. ആ ഒന്നുമായി കണ്ടുമുട്ടണം എന്ന് ആഗ്രഹമുണ്ടാകുന്നു. ഈ തിരിച്ചറിവോടെ വന്ന് കണ്ടുമുട്ടുകയാണെങ്കിൽ ബാബയിൽ നിന്നും ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്യാൻ സാധിക്കും. ശ്രീമത് പാലിക്കുവാൻ സാധിക്കും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ജ്ഞാനം ജീവിതത്തിൽ ധാരണ ചെയ്ത് സന്തോഷത്തിൽ ഗദ്ഗതമുണ്ടാകണം. വണ്ടർഫുൾ ജ്ഞാനത്തെയും ജ്ഞാനദാതാവിനെയും സ്മരിച്ച് ജ്ഞാന ഡാൻസ് ചെയ്യണം. തൻ്റെ പാർട്ടിനെ കുറിച്ച് തന്നെ സ്മരിക്കണം. മറ്റുള്ളവരുടെ പാർട്ടിനെ നോക്കരുത്. മായ വളരെ പ്രബലമാണ്. അതിനാൽ സൂക്ഷിച്ചിരിക്കണം. തൻ്റെ ഉന്നതിയിൽ മുഴുകിയിരിക്കൂ. സർവീസിൻ്റെ താൽപ്പര്യം വയ്ക്കൂ. വരദാനം. നന്മയിൽ പ്രഭാവിതം ആകുന്നതിന് പകരം അത് സ്വയം തന്നിൽ ധാരണ ചെയ്യുന്ന പരമാത്മാ സ്നേഹിയായി ഭവിക്കട്ടെ. അഥവാ പരമാത്മാ സ്നേഹി ആകണം എങ്കിൽ ബോഡി കോൺഷ്യസ്നെസ്സിൻ്റെ തടസ്സങ്ങളെ ചെക്ക് ചെയ്യൂ. പല കുട്ടികളും പറയുന്നു, ഇന്നയാൾ വളരെ നല്ലതാണ്, അതിനാൽ ഒരല്പം ദയ തോന്നുന്നു. ചിലർക്ക് ആരുടെയെങ്കിലും ശരീരത്തോട് മോഹമുണ്ടാകുന്നു. ചിലർക്ക് ആരുടെയെങ്കിലും ഗുണങ്ങളോടോ വിശേഷതകളോടോ. എന്നാൽ
ആ വിശേഷതയും ഗുണവും നൽകുന്നവൻ ആരാണ്? ആരെങ്കിലും നല്ലതാണെങ്കിൽ നന്മയെ ധാരണ ചെയ്തുകൊള്ളൂ. എന്നാൽ നന്മയിൽ പ്രഭാവിതമാകാതിരിക്കൂ. വേറിട്ടവരും ബാബയുടെ പ്രിയപ്പെട്ടവരുമാകൂ. ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ, അതായത് പരമാത്മാ സ്നേഹികളായ കുട്ടികൾ, സദാ സേഫായിരിക്കുന്നു. സ്ലോഗൻ: സൈലൻസിൻ്റെ ശക്തി എമർജ് ചെയ്യൂ. അപ്പോൾ സേവനത്തിൻ്റെ ഗതി ഫാസ്റ്റാകും. ഓം ശാന്തി. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു.
ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.